അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് വതനത്തിൽ പോയപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ഇന്ന് എന്ത് സന്ദേശമാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, പല കുട്ടികളുടെയും പല സഹോദരന്മാരുടെയും സന്ദേശം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലും വിശേഷിച്ച് ഇന്ന് ഭായ് സാബിന് നിമിത്തമായുള്ള വിശേഷ ഓർമ്മകളും ഭോഗമായി വന്നിരിക്കുകയാണ്. വിശേഷിച്ച് കന്യകമാരുടെ അഥവാ ചെറിയ സഹോദരിമാരുടെയും മുതിർന്ന സഹോദരിമാരുടെയും വിശേഷ ഭട്ടി നടക്കുകയാണ്. അവരുടെയും ഓർമ്മകളുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ ഒരു സെക്കൻഡ് പുഞ്ചിരിച്ചു. അതിനുശേഷം ബാബ ഒരു ദൃശ്യം എമർജ് ചെയ്തു. ആ ദൃശ്യം ഒരു ത്രാസിൻ്റെ രൂപത്തിലുള്ളതായിരുന്നു. ത്രാസിൻ്റെ ഒരു ഭാഗത്ത് വളരെ സുന്ദരമായ ചില വലിയ വസ്തുക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. മറുഭാഗത്തും ചിലത് വെച്ചിട്ടുണ്ടായിരുന്നു. ശക്തികളുടെ രൂപത്തിലും കാണപ്പെടുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് ഗുണങ്ങളുടെ രൂപത്തിലും കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്തുള്ള ത്രാസിൻ്റെ തട്ട് ഭാരിച്ചതായിരുന്നു. മറുഭാഗത്തുള്ളത് അല്പം താഴ്ന്നതും അയഞ്ഞതും ആയിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, വളരെ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഏതൊരു ഭാഗത്താണോ അല്പം കുറവായിരുന്നത്, ബാബ പറഞ്ഞു, ഒരു ഭാഗത്ത് കുറവാണെങ്കിൽ ലോകത്തുള്ളവർ പച്ചക്കറി വാങ്ങുമ്പോൾ ഒരു തട്ടിൽ കുറവാണെങ്കിൽ അല്പം കൂടി അതിലിടും. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടാകും. ബാബു പറഞ്ഞു, കുട്ടി, ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, ഇത് ഇന്ന് അങ്ങ് തന്നെ കേൾപ്പിക്കണം. അപ്പോൾ ബാബ പറഞ്ഞു, രണ്ട് ഭാഗത്ത് ഭട്ടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മുതിർന്ന സഹോദരിമാരുടേത്, മറുഭാഗത്ത് ചെറിയ സഹോദരിമാരുടേത്. ബാബ പറഞ്ഞു, എപ്രകാരമാണോ മുതിർന്നവരുടെ ത്രാസിൻ്റെ തട്ട് ഭാരിച്ചത് തന്നെയാണ്. കാരണം അവരുടെ ഉള്ളിൽ ശക്തികൾ നിറഞ്ഞിരിക്കുകയാണ്, ഗുണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്, വിശേഷതകൾ നിറഞ്ഞിരിക്കുകയാണ്. അഥവാ ആരെങ്കിലും ചെറിയ സഹോദരിയാണെന്നിരിക്കട്ടെ, അവർ ജമ്പ് ചെയ്ത് ത്രാസിൻ്റെ മറ്റേ തട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു, രണ്ടും സമാനമായി മാറുന്നു. അപ്പോൾ സമയമനുസരിച്ച് ഈ ഒരു പുരുഷാർത്ഥം ചെയ്യണം. എവിടെയാണോ ഒരല്പമെങ്കിലും കുറവുള്ളത്, ആ കുറവിനെ വിശേഷതയുടെ രൂപത്തിൽ ആ സ്ഥാനത്ത് അത് നിറയ്ക്കണം. ബാബ ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ബാബയ്ക്ക് കുട്ടികളെ പ്രതി, അതായത് ആരാണോ സമവിഭാഗത്തുള്ളവരും ബാബയ്ക്ക് സമാനം ആകാൻ പോകുന്നവരും, ആ കുട്ടികളെ പ്രതിയും ഇടയ്ക്കിടയ്ക്ക് ബാബയ്ക്ക് ഉള്ളിൽ വളരെയധികം ചിന്തയും നടക്കുന്നു. ഏത് വിധേനയും ഈ പുത്രിമാർ വളരെ തീവ്ര പുരുഷാർത്ഥം ചെയ്ത് ഏത് ആത്മാക്കളാണോ ഇപ്പോഴും വിശ്വത്തിൽ ദാഹിച്ചിരിക്കുന്നത്, ആ ആത്മാക്കൾക്ക് ബാബയുടെ സന്ദേശം നൽകണം. ഇത്രയും സേവനം ഇപ്പോഴും ബാക്കിയാണ്. പിന്നെ ബാബ ചെറിയ സഹോദരിമാർക്ക് വേണ്ടി പറഞ്ഞു. ബാബ പറഞ്ഞിട്ടുണ്ട്, ചെറിയവർ അള്ളാഹുവിന് സമാനമാണ്. അപ്പോൾ ബാബ പറഞ്ഞു, എപ്രകാരത്തിലുള്ളതാണോ ലോകത്തിലെ പരിതസ്ഥിതികളും കാര്യങ്ങളും, അത് ഓരോരുത്തരും മധുബനിൽ നിന്നും ഭട്ടി ചെയ്ത് പോകുമ്പോൾ ഓരോരുത്തരും തൻ്റെ ജീവിതത്തെ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോകണം. എനിക്ക് ഇപ്പോൾ സ്വയം തന്നെ വളരെയധികം പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. ലോകം മാറേണ്ടതുണ്ട്, സമയം മാറേണ്ടതുണ്ട്. അപ്പോൾ സ്വയം കുട്ടികളായ നിങ്ങളും വിശേഷിച്ച് പരിവർത്തനപ്പെട്ട് ലോകത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമാകണം. ഈ പ്രകാരം പറഞ്ഞതിനു ശേഷം ബാബയുടെ മുന്നിൽ ഇന്ന് ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബയും ഇന്ന് വിശേഷിച്ച് ഭായ് സാബിനെ പ്രതി ഓർമ്മകൾ നൽകി. ബാബ പറഞ്ഞു, ഈ കുട്ടി തൻ്റെ ലഹരിയിൽ, ജ്ഞാനയോഗത്തിൻ്റെ ലഹരി പിടിച്ചിരിക്കുകയാണ്. അതേ പ്രകാരം മറ്റുള്ളവർക്കും പ്രേരണ നൽകിക്കൊണ്ടിരിക്കുകയാണ്.
ബാബ പറഞ്ഞു, ധൈര്യം കുട്ടികളുടേത്, സഹായം ബാബയുടേത്. ആ ധൈര്യത്തിലൂടെയും ബാബയുടെ സഹായത്തിലൂടെയും ബാബ തൻ്റെ കാര്യം തൻ്റെ കുട്ടികളിലൂടെ ചെയ്യിക്കും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ വളരെയധികം സ്നേഹത്തോടെ എല്ലാവർക്കും സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.